നമസ്കാരം. മഞ്ഞപ്പിത്തം അഥവാ ഹെപ്പറ്റൈറ്റിസ് എ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ വെള്ളത്തിന്റെ കാര്യത്തിൽ നമ്മൾ കുറെ അധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ എന്തൊക്കെയാണോ നമ്മൾ കുടിക്കാൻ എടുക്കുന്ന വെള്ളത്തിന്റെ കാര്യത്തിൽ വെള്ളം എടുക്കുന്ന സമയത്ത് തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. മറ്റു ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഈ രോഗാണുക്കൾ നമ്മളിലേക്ക് എത്തുന്നില്ല നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി പറ്റും. ചൂടാക്കിയ വെള്ളമല്ല. വെള്ളത്തിന്റെ കാര്യത്തിൽ തിളപ്പിക്കുക എന്ന് പറയുന്നത് തിളയ്ക്കുക എന്ന് പറയുന്നതും ചൂടാക്കുക എന്ന് പറയുന്നതും രണ്ട് രീതിയാണ്. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കുക. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. ഇനി അത് സാധിക്കുന്നില്ല എങ്കിൽ വാട്ടർ പ്യൂരിഫയറിൽ നിന്നുള്ള വെള്ളം മാത്രം എടുത്ത് നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, വാട്ടർ പ്യൂരിഫയർ എന്ന് പറയുന്നത് കൊണ്ട് എല്ലാ വാട്ടർ പ്യൂരിഫയറിൽ നിന്ന് എടുക്കുന്ന വെള്ളവും അണുവിമുക്തമല്ല എന്നുള്ളത് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. എല്ലാ വാട്ടർ പ്യൂരിഫയറുകളും അണുവിമുക്തമായിട്ടുള്ള വെള്ളം നമുക്ക് തരുന്നവയല്ല. അതിനുള്ള സ്പെസിഫിക്കേഷൻസ്, ചില സ്പെസിഫിക്കേഷൻസ് ഉണ്ട്, കൃത്യമായ സ്പെസിഫിക്കേഷൻസ് അതിനകത്ത് ഉണ്ട്. അതിന് മാത്രമേ മീൻസ് ഈ രോഗാണുക്കൾ ഇല്ലാത്ത അണുവിമുക്തമായിട്ടുള്ള വെള്ളം നമുക്ക് തരാൻ വേണ്ടി സാധിക്കുള്ളൂ. മാത്രമല്ല, വാട്ടർ പ്യൂരിഫയറുകൾ നമ്മൾ വാങ്ങിച്ചു വെച്ചു എന്നതുകൊണ്ട് നമ്മുടെ വെള്ളം അണുവിമുക്തമായ വെള്ളമാവണം എന്നില്ല. അണുവിമുക്തമായിട്ടുള്ള വെള്ളം തരുന്ന സ്പെസിഫിക്കേഷനുള്ള വാട്ടർ പ്യൂരിഫയർ ആണ് നമ്മൾ വാങ്ങിച്ചു വെക്കുന്നു എന്നിരുന്നാലും ഇതിന് കൃത്യമായിട്ടുള്ള സർവീസ് പീരിയഡ് ഉണ്ട്. അതായത് നമ്മുടെ വാട്ടർ പ്യൂരിഫയറുകളുടെ ഇതൊരു ഇൻലൈൻ വാട്ടർ പ്യൂരിഫയർ ആണ്. ഈ വാട്ടർ പ്യൂരിഫയറിന്റെ ഉള്ളിൽ ടെക്നീഷ്യൻസ് വന്നിട്ട് സർവീസ് ചെയ്യുകയോ മാറ്റി സ്ഥാപിക്കുകയോ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ് ഇൻലൈൻ പ്യൂരിഫയർ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇതിന്റെ സർവീസ് ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കൊടുക്കുന്നുണ്ട്. അതായത് ഇതിന്റെ കേസിൽ, ഈ ബ്രാൻഡിന്റെ കേസിൽ ഈ ഫിൽറ്റർ 2500 ഗാലൺ ആണ് ഇതിന്റെ സർവീസ് ലൈഫ് എന്ന് പറയുന്നത്. 2500 US ഗാലൺ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 9300 ലിറ്റർ വെള്ളത്തിന് അടുപ്പിച്ചിട്ടാണ് ഇതിന്റെ ഒരു കണക്ക് വരിക. അപ്പൊ അത്രയും ലിറ്റർ വെള്ളം ശുദ്ധീകരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇൻലൈൻ ഫിൽറ്ററിന്റെ ലൈഫ് കഴിഞ്ഞു. അപ്പോൾ ആ സമയങ്ങളിൽ കൃത്യമായിട്ട് നമ്മൾ ഈ ഇൻലൈൻ ഫിൽറ്റേഴ്സ് മാറിയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിലൂടെ കടന്നുപോയി വെള്ളം നമുക്ക് കിട്ടുന്നു എന്നല്ലാതെ കൊണ്ട് നിങ്ങളുടെ വെള്ളം പ്യൂരിഫൈഡ് അല്ല, അണുവിമുക്തമായിട്ടുള്ള വെള്ളം അല്ല നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നുള്ളത് പ്രത്യേകിച്ചിട്ട് മനസ്സിലാക്കുക. ഇതേപോലെ തന്നെയാണ് ഈ ഒരു സെഗ്മെന്റും. ഇത് ഒരു ഫിൽട്ടർ ആണ്. അതായത് ചെളി, പൊടി എന്നിവയെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വാട്ടർ പ്യൂരിഫയറിന്റെ മുന്നേ പ്രീ ഫിൽട്ടർ ആയിട്ട് കൊടുക്കുന്ന ഒരു സെഗ്മെന്റ് ആണ്. ആക്ച്വലി ഇത് സ്ഥാപിക്കുന്ന സമയത്ത് ഇതിന്റെ കളർ ഇതായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇതിന്റെ കളറിൽ ചെളി പൊടി പിടിച്ചിട്ട് മാറ്റം വരും. അപ്പൊ ഇതും നമുക്ക് ഏതാണ്ട് 3 മുതൽ 6 മാസം വരെയുള്ള ടൈമാണ് ഇതിന്റെ ഒരു ലൈഫ് ടൈം എന്ന് പറയുന്നത്. ആക്ച്വലി വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ള, ആ ടൈം എന്നുള്ളതല്ല, ഇത് മുഷിയുമ്പോൾ നമ്മളത് ചേഞ്ച് ചെയ്യണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ പറഞ്ഞ രീതിയിൽ കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ ജാഗ്രത കാണിക്കുക. ഭയമല്ല വേണ്ടത്, ജാഗ്രതയാണ്. താങ്ക് യു.